നടിയെ ആക്രമിച്ച കേസിൽ രണ്ടാമത്തെ ജഡ്ജിയും പിന്മാറി. ഹൈക്കോടതിയിലെ ജസ്റ്റിസ് കൗസർ എടപ്പകത്താണ് പിന്മാറിയത്. മെമ്മറി കാർഡ് പരിശോധനയിൽ SIT അന്വേഷണം വേണമെന്നുള്ള നടിയുടെ ആവശ്യത്തിലാണ് പിന്മാറ്റം. വിവരങ്ങളുമായി രേഷ്മ ബാബു ചേരുന്നുണ്ട്. രേഷ്മ, ഇതിപ്പോൾ രണ്ടാമത്തെ ജഡ്ജിയും പിന്മാറിയിരിക്കുന്നു. എന്തൊക്കെ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ഈ ജഡ്ജി ഇപ്പോൾ പിന്മാറിയിരിക്കുന്നത്? നേരത്തെ പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജഡ്ജായിരുന്നു കൗസർ എടപ്പകത്ത്. ആ സമയത്തും ഈ മെമ്മറി കാർഡിന്റെ ഹാഷ് വാല്യൂ മാറിയിരുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് അതിജീവിതയുമായി ബന്ധപ്പെട്ടുള്ളത്. അല്ലെങ്കിൽ മെമ്മറി കാർഡ് തുറന്നു പരിശോധിച്ച സംഭവത്തിൽ പുനരന്വേഷണം ആവശ്യപ്പെട്ട് അതിജീവിത നൽകിയ ഹർജി പരിഗണിക്കുന്നതിൽ നിന്ന് ജസ്റ്റിസ് കൗസർ എടപ്പകത്ത് പിന്മാറിയത്. ഇതിപ്പോൾ രണ്ടാമത്തെ ജഡ്ജാണ് ഈ അതിജീവിതയുടെ ഹർജി പരിഗണിക്കുന്നതിൽ നിന്നും പിന്മാറുന്നത്. നേരത്തെ ജസ്റ്റിസ് ജോബിൻ സെബാസ്റ്റ്യനും പിന്മാറിയിരുന്നു. അദ്ദേഹം രജിസ്ട്രാർ ആയിരിക്കെ മെമ്മറി കാർഡ് വിഷയത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് അതിജീവിത പരാതി നൽകിയിരുന്നു. ആ സാഹചര്യത്തിലായിരുന്നു അതിജീവിതയുടെ ഹർജി പരിഗണിക്കാനാകില്ല എന്നുള്ളൊരു നിലപാട് ജഡ്ജി സ്വീകരിച്ചത്. ഈ SITയുടെ അന്വേഷണം വേണമെന്നും ഹൈക്കോടതിയുടെ മേൽനോട്ടം ഉണ്ടാകണം, സൈബർ വിദഗ്ധനടങ്ങുന്ന SIT ആയിരിക്കണം രൂപീകരിക്കേണ്ടത് തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് അതിജീവിത ഹൈക്കോടതിയിൽ ഹർജി നൽകിയിട്ടുള്ളത്. രണ്ട് ജഡ്ജിമാരും പിന്മാറിയ സാഹചര്യത്തിൽ പുതിയൊരു ബെഞ്ചിലേക്കായിരിക്കും അതിജീവിതയുടെ ഹർജി എത്തുക. ഒരുപക്ഷെ അടുത്ത ദിവസം തന്നെ ഉണ്ടായേക്കും. 2018 രണ്ട് പ്രാവശ്യവും അതോടൊപ്പം തന്നെ 2021 ഒരു പ്രാവശ്യവും അങ്ങനെ 3 പ്രാവശ്യം കോടതിയുടെ കസ്റ്റഡിയിലിരിക്കെ മെമ്മറി കാർഡ് നിയമവിരുദ്ധമായിട്ട് തുറന്ന് പരിശോധിച്ചെന്നാണ് ആക്ഷേപം. അതിൽ നേരത്തെ വസ്തുതാന്വേഷണ റിപ്പോർട്ടിൽ ഇക്കാര്യം വെളിപ്പെടുകയും കണ്ടെത്തുകയും ചെയ്തിരുന്നു. അന്ന് ഹണിയം വർഗീസ് ആണ് ഹൈക്കോടതി നിർദ്ദേശപ്രകാരം അന്വേഷണം നടത്തി വസ്തുതാന്വേഷണ റിപ്പോർട്ട് സമർപ്പിച്ചത്. പക്ഷേ ആ അന്വേഷണത്തിൽ പക്ഷപാതിത്വമുണ്ട്. അതുകൊണ്ട് ആ അന്വേഷണ റിപ്പോർട്ട് റദ്ദാക്കിക്കൊണ്ട് പുനരന്വേഷണം നടത്താനായിട്ട് ഹൈക്കോടതി ഉത്തരവിടണം എന്നുള്ളതാണ് അതിജീവിതയുടെ ആവശ്യം. എന്തായാലും രണ്ട് ജഡ്ജിമാരാണ് ഈ വിഷയത്തിൽ ഈ അതിജീവിതയുടെ ഹർജി പരിഗണിക്കുന്നതിൽ നിന്നും പിന്മാറിയിരിക്കുന്നത്. അടുത്ത ദിവസം മറ്റൊരു രേഷ്മ, വിവരങ്ങൾ വ്യക്തമാണ്. എന്തായാലും നടിയെ ആക്രമിച്ച കേസിൽ ഇപ്പോൾ രണ്ടാമത്തെ ജഡ്ജിയും പിന്മാറിയിരിക്കുന്നു. ഹൈക്കോടതിയിലെ ജസ്റ്റിസ് കൗസർ എടപ്പകത്താണ് ഇപ്പോൾ പിന്മാറിയിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട വിവരമാണ് രേഷ്മ പങ്കുവച്ചത്.